ഞാൻ ഇതിനു മുന്നേ CSEB പ്രിപ്പറേഷന് വേണ്ടി ഇവിടെ തന്നെ വേറെ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് പോകണം എന്ന്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട് സഹകാരിയുടെ ഇങ്ങനെ സക്സസ് സ്റ്റോറീസ് ഒക്കെ തന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് നീരജ 10ാമത്തെ റാങ്ക്, പിന്നെ അതുല്യ ഉണ്ട്, അതുല്യക്ക് 27ാമത്തെ റാങ്ക് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സഹകാരിയിൽ വന്നിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അതിന് മുന്നേ എഴുതിയ എക്സാമിനൊക്കെ ചോദിച്ച പല കാര്യങ്ങളും ഇവിടെ ബേസിക് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ എക്സാം ആണെങ്കിലും ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യം ഒരു 20-നകത്തൊക്കെ റാങ്ക് വരുമായിരുന്നു. 10-നകത്ത് 5-നകത്ത് അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ വരണം എന്ന് എനിക്ക് ഭയങ്കര, അങ്ങനെ വരുമ്പോൾ എൻ്റെ മെൻറ്ററിനെ വിളിച്ചിങ്ങനെ പറയാമോ. എനിക്ക് സത്യം പറഞ്ഞാൽ സഹകാരിയിൽ വന്നിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കേരള ബാങ്കിൻ്റെ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് തുടരുകയാണ്. അപ്പോൾ ഇന്ന് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള റാങ്ക് ഹോൾഡറാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. എപ്പോഴും പറയുന്ന കാര്യം ആവർത്തിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ BCom കോർപ്പറേഷൻ അതുപോലെ JDC HDC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മത്സരിച്ചൊരു പരീക്ഷയായിരുന്നു അല്ലേ കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏകദേശം 900 പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു. അതിൽ 16ാം റാങ്ക് ഓപ്പൺ കാറ്റഗറിയിൽ നേടിയിട്ടുള്ള രാഗേന്ദുവിനെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും സംശയം ഉണ്ടായിരിക്കും, ഇത് ഓഫ്ലൈൻ ക്ലാസ് ആണോ ഓൺലൈൻ ക്ലാസ് ആണോ എങ്ങനെയാണ്? രാഗേന്ദ് തിരുവനന്തപുരം കാര്യമാണ്, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് തിരുവനന്തപുരം തമ്പാനൂർ അല്ലേ മക്കളെ? പിന്നെ എന്താ ഓഫ്ലൈൻ ക്ലാസ്സിന് വരാത്തേ? എനിക്ക് കുറച്ചും കൂടെ ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനാണ് കുറച്ചും കൂടെ, ട്രാവൽ ചെയ്യാനും ആ സമയം കൂടെ പഠിക്കുക എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു എന്താ പറയുക ഫാൾസ് തോട്ടാണ്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ഇരുന്നാലേ സംഭവം ശരിയാവത്തുള്ളൂ. ഇത്രയും അടുത്ത് നമുക്ക് കാസർഗോഡ് നിന്ന് വരെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നിന്ന് പഠിക്കുന്നു. അപ്പോൾ അത് മോശമെന്നല്ല, അത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു മൈൻഡ് സെറ്റാണ്. കാരണം അവരുടെ വീട് വിട്ട് വരുന്നു, അല്ലെങ്കിൽ അവരത്രയും കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് വരുന്നു, അപ്പോൾ അവരത്രയും സീരിയസ് ആവും. പക്ഷേ നിങ്ങളുടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര, അതുപോലെ നിങ്ങൾക്കിത് വേണമെന്നുള്ള ആഗ്രഹം അത്ര കണ്ട് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഓൺലൈൻ വ്യത്യാസമൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് രാഗേന്ദു. കാരണം രാഗേന്ദു ഓഫ്ലൈൻ വേണ്ട എന്ന് വിചാരിച്ചത് ദൂരം കൂടുതലുണ്ടോ അങ്ങനെ വേറെ ഒരു കാരണം കൊണ്ടോ അല്ല, രാഗേന്ദുവിൻ്റെ കഴിവിലും അതുപോലെ കൺസിസ്റ്റൻസിനുമുള്ള ബിലീഫാണ് അല്ലേ മോളെ? ആ ഒരു ബിലീഫ് രാഗേന്ദുവിലുണ്ട്. അതാണ് രാഗേന്ദുവിൽ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോൾ എന്താണ് രാഗേന്ദു കാണുന്നത്? രാഗേന്ദുവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ? പ്ലസ് പോയിന്റ് എനിക്കങ്ങനെ എനിക്ക് പഠിക്കണം എന്ന് തോന്നിയാൽ ഞാൻ പഠിക്കും. അതിന് എനിക്ക് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഞാൻ തന്നെ എന്നെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഓക്കേ വിത്ത് ഇറ്റ് അല്ലേ? ബിഗിനിങ് പണ്ടോട്ടെ എങ്ങനെയാണ്? പണ്ടോട്ടല്ല, ഇപ്പൊ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ കുറെ കൂടെ സീരിയസ് ആവുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ പഠിച്ചു തുടങ്ങണം അറിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ എന്തായി പഠിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് രാഗേന്ദുവിൻ്റെ അത്തരത്തിലുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ എസ്പെഷ്യലി മോളെ നമുക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സഹകാരിയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ്? ഞാൻ ഇതിനു മുന്നേ CSEB പ്രിപ്പറേഷന് വേണ്ടി ഇവിടെ തന്നെ വേറെ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ അപ്പോഴാണ് കേരള ബാങ്ക് JCA ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് പോകണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ സഹകാരിയിൽ ഇത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട് സഹകാരിയുടെ ഇങ്ങനെ സക്സസ് സ്റ്റോറീസ് ഒക്കെ തന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് പിന്നെ വിചാരിച്ചു ഇവിടെ വരാം, ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇല്ല, ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടാ കിട്ടിയവർക്ക് നീരജ, അവള് എന്റെ ഫ്രണ്ടാണ്. 10ാമത്തെ റാങ്ക് ആലപ്പുഴ. മനസ്സിലായി. നീരജ നമ്മളവിടെ പോയിരുന്നു. പിന്നെ അതുല്യ ഉണ്ട്, അതുല്യക്ക് 27ാമത്തെ റാങ്ക് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കോളേജിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ രാഗേന്ദു വരിക മാത്രമല്ല ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവരികയും അല്ലേ? ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ? ഇല്ല, ഞങ്ങൾ പക്ഷേ ഡിസ്കസ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട്, അപ്പൊ അതിലിങ്ങനെ പറയും, ഡിസ്കസ് ചെയ്യും. നീരജ് അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ 3 ഓൺലൈൻ ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ കൊല്ലത്തുനിന്നാണെങ്കിലും നീരജയ്ക്ക് വന്നു പോകാൻ ഉള്ളതേ ഉള്ളൂ. നീരജയ്ക്ക് അടുത്തുള്ള ആൾക്കാരൊക്കെ ഓഫ്ലൈൻ വന്നു പോകുന്നുണ്ടായിരുന്നു, പക്ഷെ നീരജ വന്നിട്ടില്ല. നീരജ ഓക്കെയാണ്, ഞാൻ പഠിച്ച് നേടും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡൻസ് ആണ് നീരജയ്ക്ക്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു ആങ്കറൊക്കെ ആവാനുള്ള കോൺഫിഡൻസ് ഉള്ള കുട്ടിയാണ് നീരജ. ഓക്കെ, അപ്പോൾ ബാക്കി മറ്റേ കുട്ടി പേരെന്താ? അതുല്യയുടെ വീട്ടിലെത്തിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് മോളിങ്ങനെ ഒരു എസ്പെഷ്യലി നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു.
അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും നമുക്ക് എന്താണ് നമ്മൾ കിട്ടാൻ പോകുന്നത്, എന്താണ് ആക്ച്വലി കിട്ടിയത്, രണ്ടും നമ്മൾ കമ്പയർ ചെയ്താൽ എങ്ങനെയായിരിക്കും? എനിക്ക് സത്യം പറഞ്ഞാൽ സഹകാരിയിൽ വന്നിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ പോയ സ്ഥലത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള പല പോയിന്റ്സ് അവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അതിന് മുന്നേ എഴുതിയ എക്സാമിനൊക്കെ ചോദിച്ച പല കാര്യങ്ങളും ഇവിടെ ബേസിക് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും അങ്ങനെ തന്നിട്ടില്ല. ഇവിടെ എനിക്ക് തോന്നുന്ന നോട്ട്സ് ആയാലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും തന്ന് കുറെ കൂടെ ഈസി ആയിട്ട്, അതേപോലെ എക്സാം ആണെങ്കിലും ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യം ഒരു 20-നകത്തൊക്കെ റാങ്ക് വരുമായിരുന്നു. അപ്പം എനിക്ക് കുറെ കൂടെ മോട്ടിവേഷൻ അടുത്ത എക്സാമിന് എനിക്ക് അങ്ങനെ തന്നെ വരണം എന്ന് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ 10-നകത്ത് 5-നകത്ത് അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ വരണം എന്ന് എനിക്ക് ഭയങ്കര, അങ്ങനെ വരുമ്പോ എന്റെ മെന്ററിനെ വിളിച്ച് ഇങ്ങനെ പറയാമോ, മേഘയായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. മേഘയും ഞാനുമാണ് കുറച്ചും കൂടെ ആയിട്ടുള്ള. ഇങ്ങനെ വിളിച്ച് പറയുമ്പോ ഞാൻ ഭയങ്കര ഇതാവും, ഓക്കെ അടുത്ത എക്സാമിന് എനിക്ക് അങ്ങനെ മേടിക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാം ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്. ഞാൻ നോട്ട്സ് പ്രിന്റ് ഔട്ട് എടുത്ത് പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് അറ്റാച്ച് ചെയ്ത് അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം ലാസ്റ്റ് ഒക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെ വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട്സ് മാത്രം നോക്കിയാൽ മതി. എല്ലാം ആവശ്യമുള്ള എല്ലാം എനിക്ക് അങ്ങനെ അതിന്റെ പുറത്തുനിന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത് വായിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് എല്ലാം അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള സാധനം തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മോള് പറഞ്ഞതിൽ എടുത്തു പറയാനുള്ളത്, നിങ്ങൾ പലരും കാണാത്ത ആൾക്കാരാണ് നമ്മുടെ റിസർച്ച് ഫെലോസ്. കാരണം എന്നെ നിങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിനെ കാണുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങൾ കാണുന്നുണ്ട്, സക്സസ് സ്റ്റോറീസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അഹോരാത്രം പണിയെടുത്ത ഒരു ടീമുണ്ട് നമ്മുടെ റിസർച്ചിലുള്ള ആൾക്കാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹകാരി ഏത് കോഴ്സ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ പഠിപ്പിക്കുന്ന കാര്യം എന്താണോ എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് റിസർച്ച് ഫെലോസ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെ അത് കോംപ്രിഹെൻസീവ് ആക്കണം എന്നുള്ള കൃത്യമായ ട്രെയിനിങ് കിട്ടിയ കുട്ടികളാണ് അത് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ, അതിലെല്ലാത്തിലും അവർക്കൊരു വലിയൊരു ഹാൻഡ്സ് കൊടുക്കുന്നു. വലിയൊരു താങ്ക്സ്, കൺഗ്രാറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏത് കോഴ്സ് എടുത്താലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സും അതുപോലെ ഒരു കോണ്ടന്റും കോംപ്രിഹെൻസീവ് ആയിട്ട് മാറുന്നത്. ബാക്കി പാർട്ട് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെ അല്ലേ മോളെ, അതായത് നമുക്ക് പിന്നെ അത് പ്രാക്ടീസ് ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് പാർട്ടിൽ എങ്ങനെയായിരുന്നു മോളുടെ പെർഫോമൻസ്? ഐ മീൻ ഡെയിലി എക്സാമിനേഷൻസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റേഷൻ, റിവേഴ്സ് റിവിഷൻ, അതുപോലെ വീക്കിലി എക്സാമിനേഷൻ്റെ പെർഫോമൻസ്, പിന്നെ മന്ത്ലി എക്സാമിനേഷൻ ബന്ധപ്പെടുത്തി അതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം എങ്ങനെയായിരുന്നു? ഡെയിലി എക്സാം ഞാൻ ഡെയിലി തന്നെ അറ്റൻഡ് ചെയ്യും. വീക്കിലി ആണെങ്കിൽ ഞാൻ വീക്കിലി എക്സാം ഞാൻ മൺഡേ ആണ് ലാസ്റ്റ് വരെ അതുവരെ നോക്കി റിവൈസ് ചെയ്തിട്ട് മൺഡേ ആണ് ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ മന്ത്ലി എക്സാം ആകുമ്പോൾ എല്ലാം ഒന്നും ഞാൻ റിവൈസ് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. പറ്റുന്ന എല്ലാം റിവൈസ് ചെയ്യും. പിന്നെ എനിക്ക് പാടാണ് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണെങ്കിൽ ഞാൻ പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും നോക്കും. ഇല്ലെങ്കിൽ പിന്നെ പതുക്കെ ഇങ്ങനെ ഓരോ എക്സാം വരുമ്പോഴും ഓരോ അങ്ങനെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവസാനത്തെ റിവിഷൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്? ലാസ്റ്റ് റിവിഷൻ ഞാൻ കൂടുതലും ക്ലാസ് ഒന്നും അങ്ങനെ ലാസ്റ്റ് ഒരു കുറച്ച് സമയം ക്ലാസ് ഒന്നും അങ്ങനെ കേട്ടില്ല. എല്ലാ ക്ലാസ്സും അപ്പോഴത്തേനും കഴിഞ്ഞു. പിന്നെ എന്താ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് വന്ന സാധനമൊന്നും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് ഒന്ന് കേട്ട് നോട്ട്സ് ആണ് കൂടുതൽ ഞാൻ ആ സമയത്തൊക്കെ നോക്കിയത്. എന്താ അപ്പോഴിങ്ങനെ നോട്ട്സ് എല്ലാം ലാസ്റ്റ് ഇങ്ങനെ ആദ്യം തൊട്ടുള്ള നോട്ട്സ് എല്ലാം ഇങ്ങനെ വായിക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ ഇപ്പോൾ ബാങ്കിങ്ങിലൊക്കെ മറന്നു പോകുന്ന കുറേ സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് അതൊക്കെ വായിച്ച് റെഡിയാക്കി. അവസാന ദിവസം റെസ്റ്റ് എടുത്തായിരുന്നോ? ഇല്ല, റെസ്റ്റ് ഒന്നും എടുത്തില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ ഫൈനൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് കുറേ, അതായത് പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 20-നകത്ത് 16 റാങ്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കും ആ പരീക്ഷാ ഹാളിലെ സ്ട്രെസ്സിനെ വളരെ മനോഹരമായിട്ട് കോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? കോപ്പപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിന് വേണ്ടിയിട്ട് മോള് സ്വീകരിച്ച വഴികൾ എന്തൊക്കെയായിരുന്നു? ഇല്ല, എനിക്ക് എന്താ ടെൻഷൻ സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നവരെ നമുക്കൊരു ടെൻഷൻ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് പിന്നെ ടെൻഷൻ അടിക്കാനുള്ള ആ ഒരു എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് ആദ്യം വായിച്ചപ്പോൾ കുറച്ച് തോന്നി. കാരണം എന്താ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ കുറച്ച് ഒരു ഇത് തോന്നി. പിന്നെ എന്താ ഫസ്റ്റ് തന്നെ ഇങ്ങനെ എല്ലാം നോക്കി പിന്നെ അത്ര ഡൗട്ട് ഉള്ളത് മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എലിമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കുറെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റി. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഔട്ട്കമ്മിൽ എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ട രാഗേന്ദു.
അപ്പോൾ രാഘവേന്ദ്ര മോളെ എന്തായാലും ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. ഇനി നമുക്ക് ഇനി ഒരു മേഖലയിലേക്ക് പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് മോളുടെ? സന്ദേശം എന്താ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും നന്നായിട്ട് പഠിക്കുക, എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പോയിന്റ്സ് എക്സാമിൽ നിന്ന് തന്നെ കിട്ടും. അതേപോലെ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടും. നമ്മൾ വെറുതെ നോട്ട്സ് വായിക്കുക അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുക എന്നുള്ള മാത്രമല്ല, എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ എന്തായാലും എവിടെയെങ്കിലും കിട്ടും.